ഇന്നിപ്പോ ഈ ചെറിയ കൈക്കോട്ടൊക്കെ ആയിട്ട് ഇറങ്ങിയതേ കുറെ മുന്നേ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്ഥിരം ചെയ്യുന്ന ഒരു പണി ചെയ്യാനാണ്. എന്താണൊക്കെ കാണിച്ചത് വരി. ഇപ്പൊ കാപ്പി വരെയൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി കാപ്പി പെറുക്കലുണ്ട്, കുരുമുളക് പറിയുണ്ട്, കാപ്പി കവാത്ത ഒരുപാട് പണികൾ ഇനി കാപ്പി തോട്ടത്തിൽ എടുക്കാനൊക്കെ ഉണ്ട്. പറി കഴിഞ്ഞ് ഇന്നലത്തോടു കൂടെ കാപ്പി കറി തീർന്ന ഒരു സമാധാനത്തിലാണ്. എന്താന്നല്ലേ ഞാനിപ്പോ നിൽക്കുന്നതേ നമ്മളെ പുളിമരം ഒന്ന് കാണിച്ചെടുക്ക്. അടിയിൽ പുളിയുണ്ട്, ചവിട്ടല്ലേ, കുറച്ച് പുളിയാണ് ഇപ്രാവശ്യം. ഇതാണ് ഞങ്ങളെ ഫാമിലുള്ള പുളിമരം. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കുലുക്കുന്നതിന്റെ ഒക്കെ വീഡിയോ കാണിച്ചു. ഇഷ്ടംപോലെ പുളി ഉണ്ടായിട്ട് നിധിയും കയറി കുലുക്കുന്നതും പെറുക്കുന്നൊക്കെ വീഡിയോ കാണിച്ച മരമാണ്. ഇതൊരു മരമുണ്ട്, ഒരു മരം കുറച്ച് അപ്പുറത്തും ഉണ്ട്. ഇപ്പൊ പണ്ട് ഞങ്ങൾ ചെയ്യുന്ന പരിപാടിയാണ് രാവിലെയും ഉച്ച സമയത്തൊക്കെ ഒന്ന് വന്നിട്ട് കാറ്റടിക്കുമ്പോഴാണ് വേഗം വരല് പുളി പെറുക്കാൻ വരല്. ഇന്ന് ഇറങ്ങിയിട്ടില്ല അതിന് തന്നെ കേട്ടോ. അതാ കുറച്ച് പുളികളൊക്കെ ഇവിടെയൊക്കെ പുളി കിടക്കുന്നുണ്ടല്ലോ. ഇതാ പഴുത്ത പുളികൾ കിടക്കണോക്ക്. ഇതിപ്പോ രാവിലെയാണ്, ഇനി ഉച്ചക്ക് കാറ്റടിക്കുമ്പോൾ ഒന്നുകൂടെ വീഴും. നല്ല വേളം പുളികള്. പുളി കണ്ടാലേ തിന്നാ തോന്നുന്നു. ആദ്യം തന്നെ എടുത്തൊന്ന് ഇത് ഇതാ നല്ലത്. ഇങ്ങനെ അടിയിൽ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. നല്ല പഴുത്താണെങ്കിൽ ഈ പുളിക്ക് പിന്നെ വേറൊരു പ്രത്യേകത, വലിപ്പം ഇങ്ങനത്തെ കുറവായിരിക്കും അല്ലേ, വീതി കുറവാ അല്ലേ, കാമ്പ് കുറവായിരിക്കും, പക്ഷെ മധുരപ്പുളിയാ. എക്സ്പ്രഷൻ അധികം വരില്ല, ചെറുതായിട്ട് മധുരമുണ്ട്. കുഞ്ഞോൾക്ക് കൊതിയാണ്ട് പുളി ഒരാൾ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും വായിൽ വെള്ളം വരും. പ്രാവശ്യം പുളി നല്ല കുറവാട്ടോ. ചെറിയ കൈക്കോട്ടെടുത്ത് ഈ സമയത്തൊക്കെ വലിയ കൊട്ടയായിട്ട് വരണ്ടാണ്. പുളി തീരില്ല. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ 2-3 വീഡിയോ ചെയ്താണല്ലോ വലിയ കൊട്ടയായിട്ട് ഒന്ന് പുളി വെറുക്കുന്നൊക്കെ. ഇതന്നെ പുളി കഴിഞ്ഞു, കുറച്ച് ദിവസമായി പഴുത്തിട്ട് വേല തുടങ്ങിയിട്ട്. മരത്തിൽ കാണിച്ചെടുക്കുന്ന ഒരു സംഭവം കാണാനില്ല, അല്ലെങ്കിൽ പുളി ഇങ്ങനെ കാണിച്ചിരുന്നു. കഴിഞ്ഞ വർഷമൊക്കെ ഓരോ കൊമ്പിലൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടായത് കാണിക്കാൻ പറ്റി. പക്ഷെ മേലോട്ട് നോക്കുമ്പോൾ പുളിയും കാണുന്നില്ല. പക്ഷെ എന്നാലും താഴെ ഇങ്ങനെ 2-3 സൈറ്റ് ഇമ്മ ഇങ്ങനെ പെറുക്കി കൊണ്ടുവരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയും കുറച്ച് കിട്ടി, കുറച്ച് കിട്ടി. ഇപ്പൊ കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട്. എന്നാലും കാണാനൊന്നും ഇല്ല പുളി മുകളില്. താഴെ ഇങ്ങനെ വീണ് കിടക്കുമ്പോൾ കുറച്ച് കിട്ടുന്നതല്ലാതെ ചപ്പലിലുണ്ട് തിരയാണല്ലോ. അവിടെ ഒക്കെ ഉണ്ട്. ഈ കൊട്ടെങ്കിലും നിറഞ്ഞു കിട്ടിയാൽ മതി. ഞാനത് വലിയ കൊട്ട എടുക്കാന്ന്. ഇതെവിടെ ഉണ്ടോ ഞങ്ങളെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ റെക്കോർഡ് പുളി കഴിഞ്ഞു അല്ലേ. 2 മരത്തിലും. പിന്നെ അപ്പുറത്തൊരു മരമുണ്ട്, ആ മരത്തിലുള്ളത് കുറച്ചുകൂടെ വലുപ്പമുണ്ട്, പുളി കുറച്ച് വീതിയുണ്ട്, പുളിന്റെ ആ കാമ്പ് കൂടുതലാണ്. പക്ഷെ ഭയങ്കര പുളി കുറച്ച് കൂടുതലുള്ള പുളിയാണ്. ഇതിന്റെ പോലെ മധുരമല്ല. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഞങ്ങളെ, കഴിഞ്ഞ പ്രാവശ്യം ഇതിത്തെ പുളി നമ്മൾ കുലുക്കാൻ വരുമ്പോഴത്തേക്കും കുറെ കഴിഞ്ഞിനു, വീണിട്ട് മാത്രമല്ല കിളികളും എല്ലാം തിന്നീനും. ഇത് കുറച്ച് മധുരം ഉള്ളതുകൊണ്ട് ഇപ്രാവശ്യം പുളി കുറവായിട്ട് കിളികളും കണ്ടിട്ടില്ല. കണ്ട് ഉള്ള പുളികൾ ഇതാ താഴെ വീണിട്ട് എല്ലാം കിട്ടുന്നുണ്ട്. കേടും കുറവുണ്ട് അല്ലേ. മറ്റേ 1 ചാക്ക് 2 ചാക്ക് പുളിയൊക്കെ കിട്ടി. അതില് അല്ല ഇപ്രാവശ്യം കേടുള്ള കാണുന്നത് അത് കണ്ടോ, ഒക്കെ നല്ല ഫ്രഷ് പുളികളാ. കേടും കുറവ്, കിളികളും നിന്നാത്തപ്പോ പുളിയും കുറഞ്ഞു. എന്നാലും ഉച്ചക്കുമ്പോ കുറച്ച് കിട്ടിയെന്നല്ലോ. ഉച്ചക്കത്തെ കാറ്റിനൊന്നും വീഴാറില്ല. ഇത് രാത്രി പിന്നെ എങ്ങനെ വീഴുമെന്ന് അറിയില്ല. ഉച്ചക്കൊക്കെ കുറവാ. മറ്റേത് നമ്മൾ ചൂലൊക്കെ എടുത്തിട്ട് അടിച്ച് വൃത്തിയാക്കിയിടില്ല, എന്നാൽ എളുപ്പം പെറുക്കാച്ചിട്ട്. ഇപ്രാവശ്യം പിന്നെ അങ്ങനത്തെ ആവശ്യങ്ങളൊന്നും ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം നല്ല പൈസക്കെ പുളി വിറ്റുകയും ചെയ്തു അല്ലേ. ഇപ്രാവശ്യം വിൽക്കാൻ ഉണ്ടാവുമോ, നമ്മളെ വീട്ടാവശ്യത്തിന് എന്തായാലും ഉണ്ട്, എന്നിട്ട് നോക്കിയിട്ട് പറയാം. എന്തായാലും ഉണ്ടാവും. ഇപ്പൊ 2 ആഴ്ചക്ക് നമുക്ക് ഇതുപോലെ പെറുക്കാൻ കിട്ടിയാലൊക്കെ കൊടുക്കാനുള്ള പുളി കിട്ടും. അതിന് വേണ്ടി മാങ്ങ ഇഷ്ടം പോലെ അല്ലേ ഇപ്രാവശ്യം. ഇനി ഒരു മാവും ഇവിടെ പൂക്കാത്തില്ല, അത്രയും മാവ് പൂത്തിട്ടുണ്ട്. നെല്ലിക്കും ഇതുപോലെ കുറവായിരുന്നു ഇപ്രാവശ്യം. നെല്ലിക്കും പുളി എന്താ അറിയില്ല കുറഞ്ഞു. അതിനനുസരിച്ച് മാങ്ങ പിടിച്ചു കിട്ടിയാല് ചരിത്രത്തിലുണ്ടാകുന്ന മാങ്ങയുണ്ടാവും. മാവ് അങ്ങനെ പൂക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. കഷ്ടകാലങ്ങളാണ് മാവ് കൂടുതൽ പൂത്താലൊക്കെ ദാരിദ്ര്യം ഉണ്ടാവുന്നു എന്തൊക്കെ പറയുന്നുണ്ടല്ലോ. ഇന്നും വരാൻ നാദീന് മാങ്ങ നിന്നിട്ട് പണം ഇറക്കേണ്ടി വരില്ലോ. പുളികളൊക്കെ മൊത്തത്തിലൊക്കെ ഒന്നിലൊന്ന് പെറുക്കിയെടുക്കാം. കൊട്ടന്നറിയാനായോ? ഒരു ഭാഗത്ത് നിന്നാലും ഇങ്ങനത്തെ കൈക്കോട്ട ഇട്ടുപടി, മൊത്തത്തിൽ തിരയണ്ട. അത്രയും പുളി ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം.
ഒക്കെ ഇല കൊയ്യുന്ന സമയത്ത് കാപ്പിന്റെ കരിയിലിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവട്ടെ. ഒന്നും കൂടെ ഒന്ന് തരാമല്ലോ. അതോ എല്ലാവരും നോക്കിയാൽ കിട്ടും. അപ്പൊ എത്രയും പുളി കിട്ടിട്ടോ. കൊട്ട ഫുള്ളായിട്ടില്ല. കൈക്കൊട്ട വരെ ഫുള്ളാവാനുള്ള പുളി ഇല്ല അല്ലേ. നമുക്ക് പോകുന്ന വഴിക്ക് മറ്റേ മരം കൂടെ നോക്കാം. വാ, അതിലും പുളി കാണണമെന്നില്ല. അടിയിൽ ഇതുമാതിരി വീണ് കിടക്കുമ്പോ ചിലപ്പോ കിട്ടും. മുകളിൽ നോക്കിയിട്ട് അതിലൊന്നും കാണുന്നില്ല. നിങ്ങളീ കാപ്പിന്റെ കവാത്തെടുക്കാത്താണ് പറിച്ചു കഴിഞ്ഞതിന്റെ ഉണക്കക്കമ്പ് ഉണ്ടാവും കേട്ടോ. കണ്ണ് കുത്തണം നോക്കിക്കോട്ടോ. കാന്താരി മുളകും കാലിയായല്ലോ. ഇവിടെ മരം ഇനി ഇന്ന് നമ്മൾ തോട്ടം നനയ്ക്കൂലേ, അത് നനച്ച് കഴിയുമ്പോഴൊക്കെ നല്ല ഒരു നനവ് കിട്ടി കഴിഞ്ഞാൽ തന്നെ പുതിയ നല്ല തെളിപ്പ് വരുന്നുണ്ട്. തള്ളീര് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. പഴുത്തുണ്ടല്ലോ. അല്ലേ, ഈ മരത്തിലുണ്ടടി കേട്ടോ. ഇതൊക്കെ കാന്താരി മുളക്. തോട്ടൊക്കെ ചെത്തിക്കൂട്ടുന്ന സമയത്തൊക്കെ നമ്മൾ കാന്താരി മുളക് കണ്ട അവിടെ നിർത്തും. പിന്നെ നാസറൊക്കെ കറക്റ്റ് ചെയ്യൂല്ലേ. മുളക് തൊടൂല. ഇതൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഈ മരത്തിനടി, ഇതിന്റെ മരത്തിന് മേലക്കോക്ക് പുളിയില്ല, അടിയിലും ഇല്ല, മേലെയില്ല കേട്ടോ. പക്ഷേ ഇതിന് നല്ല കുലിക്കാൻ വരുമെന്നാ നമുക്ക് കറക്റ്റ്. ഇത് കുറച്ച് ഹൈറ്റ് കുറവായതുകൊണ്ട് കറക്റ്റ് കാണിക്കാനൊക്കെ പറ്റി. ഇവിടെയൊക്കെ നമ്മള് ടാർപോളിൻ ഷീറ്റ് വിരിച്ചിട്ട് കുലുക്കി ചാടിച്ച ഒന്നും ഇല്ല. പോര് ഈ പുളി നമുക്ക് വേഗം കൊണ്ടുപോയിട്ട് ഉമ്മയും വരും. കയ്യോടെ പൊളിച്ചാല് ഉണക്കാൻ വെച്ചാൽ വേഗം സംഭവം കഴിയും. അവിടെ കൊണ്ടുവച്ചാല് അടുത്ത കാന്താരി മുളക് ഇങ്ങോട്ടുള്ള ഇമ്മണ്ടടി. ഇതൊക്കെ ഇതുണ്ടോ, കുറച്ച് ഷെയ്ഡുള്ളടത്ത് തണലുള്ളടത്ത് മുളകുണ്ട്. കാന്താരി മുളക് ഇല്ല രണ്ട്. എന്തായാലും ആവശ്യത്തിനൊക്കെ ഓടി വന്നാലൊക്കെ എല്ലാത്തിനൊന്നും കിട്ടും കുറച്ച്. എന്നാ വാ. ഈ പുളിയിൽ വേഗം തൊലിച്ചെടുക്കട്ടോ. ഉമ്മാനെയും വിളിച്ചിട്ട് തരാം. കുറച്ച് പുളി വെയിലത്ത് വെച്ചെണ്ട കാണിച്ചതാ. ഈ കാപ്പി വാരിയിട്ട് വേണം നമുക്ക് ഈ ആഴ്ച പറിച്ച കാപ്പിയും കൂടെ ഇടാൻ കേട്ടോ. ഉണങ്ങിയിട്ടൊന്നുമില്ല, ഉണക്കം നോക്കിയതാ. കണ്ടില്ലേ, എന്നും കുറച്ച് കിട്ടുന്ന പുളിയമ്മ ഇതുപോലെ കയ്യോടെ തൊലിച്ച് വെക്കുന്നുണ്ട്. പുളി വീതി കുറവാണ്, ഞാനതാ നീളനാണ്. മറ്റേ പുളിൻ്റെ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടാവും. ഈ രണ്ട് പുളി ഇതങ്ങനെ കൂട്ടി വെച്ചേ അത്ര ഇല്ലെങ്കിലും അതിനെക്കാട്ടി കുറച്ചും കൂടെ ഉണ്ടാവും. അത്ര ഉണ്ടാവില്ല, പറഞ്ഞതാണ്. ഇത് തീരെ ഒരു മെലിയൻ പുളിയാ. ഉമ്മ വന്നിക്കണേ. എന്നാ പൊളിക്കും. പൊളിക്കല്ലേ പരിപാടി. ഇല്ല, ഉമ്മാനെടുക്കൂല. ഉമ്മാനെടുക്കരുത്, ഉമ്മാനെ കൈ എടുക്കുള്ളൂ. കേട് കുറവുണ്ടല്ലോ പ്രാവശ്യം. കേടും കുറവ്, കിളിയും നിന്നിട്ടില്ല. പക്ഷെ എന്താ ചെയ്യാ, പുളിയില്ല. അതാ പറഞ്ഞത്. എല്ലാം കേടില്ല, നല്ല ഫ്രഷ് പുളി. അതാ പറഞ്ഞത്. ഈ പുളിക്കാണെങ്കിൽ കുറച്ച് കേടും കൂടുതലുള്ളതല്ലേ. ഒന്നും കഴിഞ്ഞാൽ വവ്വാല് കഴിഞ്ഞാൽ ഭയങ്കര തീറ്റ എന്നല്ലേനോ. കണ്ടിട്ടില്ല ഒന്നിനും. അല്ല, പുളി ഇല്ലാന്ന് വിചാരിച്ചു. നമ്മ ചെന്ന് നോക്കിയാ നന്നായിട്ടോ. നമ്മള് പുളി ഇല്ലാന്ന് ഒഴിവാക്കിയിട്ടിട്ട് നാരെടുക്കണില്ല. ഞങ്ങക്ക് നാര് കിട്ടണ്ടേ. മൂത്താപ്പാന്റെ അയിലുമ പുളിയുണ്ട് കേട്ടോ കുറച്ച്. താഴ്വാത്ത കൊമ്പിലൊക്കെ പ്ലാവിൻ്റെ വെട്ടാൻ പോയപ്പോ കണ്ടു. ഉമ്മ കുറച്ച് കിട്ടിയില്ല ഇന്നലെ. ഞാൻ ഒന്ന് എടുത്തിട്ട് തരാം. ഉമ്മ തൊളിച്ചോ. ഇന്നലെ ഉമ്മാക്ക് ഉച്ചക്ക് കിട്ടിയ പുളി കേട്ടോ. ഉച്ചക്ക് കൂടുതലുണ്ടല്ലോ ഇപ്പൊ. ഞാൻ ഉച്ചക്ക് കുറവാണ്. കാപ്പിക്കുരിയൊക്കെ ഉണ്ടല്ലോ, കാപ്പിയും കിട്ടിയ പെറുക്കിണ്ടാവും അല്ലേ. ബിയ കാണണ്ട. ബിയന്റെ മെയിൻ ബിയ കണ്ടതിന്റെ മെയിൻ പരിപാടി എന്താണ്? മിറാക്കള് തിന്നുക, എന്നിട്ട് പോയിട്ട് പുളി അടിക്കുക. മെടുത്തച്ച പുളിയൊക്കെ ഏകദേശം അവള് തിന്ന് തീർത്തില്ല കഴിഞ്ഞ കൊല്ലത്തെ. പണി കയ്യോടെ തീർത്താലേ മറ്റേതവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ പെൻഡിങ് ആവും. ഇത് കുറച്ച് പുളി ഉള്ളതുകൊണ്ടാട്ടെ വേഗം കഴിയണ. മറ്റേത് ഒരു വലിയൊരു കൊട്ടക്ക് പുളി ഉണ്ടാവും ഒരു ദിവസം തന്നെ വെറുക്കാൻ. അല്ല, നമ്മള് കുലുക്കുമ്പോ ചാക്ക് കണക്കിന് എട്ടീനു. അല്ല, നമ്മൾ ഈ മരം കറക്റ്റ്, അവിടുന്ന് മരം കറക്റ്റ് കാണുന്നുണ്ടല്ലോ. ഒറ്റ പുളിയില്ല. നമ്മൾ വരുമ്പോ നോക്കി. ഇതുമേലെ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ നല്ല കഴിഞ്ഞ നല്ല സുഖമല്ലേ. ഇതും കയറിയിട്ട് കുലുക്കീനും. ഇതിമത്തെ പുളി ഒരു തമിഴ്നാട്ടിലൊക്കെ ഉണ്ടാണ് അങ്ങനത്തെ ഒരു പുളിന്റെ തൊണ്ട് പോലെയാണ്. ഒരു വെള്ളത്തൊണ്ട് അല്ലെ.
ആ വെള്ള നിറവാണ് ഒരു. ഇത് പുളി മെലിഞ്ഞിട്ടാ കയമ്പുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വെറും മെലിഞ്ഞിട്ട് അല്ല, മറ്റേതല്ല വീതിയുള്ള പുളിയല്ലേ, ഇതിമല്ല വീതിയുണ്ട്, നല്ല പുളിയുണ്ട്. ഇത് മധുരപ്പുളിയല്ലേ. ഉമ്മർഖാന്റെ വലിയ മരത്തിൽ എവിടെയില്ല, പുളി കുറവ് തന്നെയാണ്. ആ റിച്ചുവിന്റെ വല്യമ്മ പറഞ്ഞില്ലേ, പുളി കുറവ് തന്നെയാണ്. അതാ തൊലിച്ചു കഴിഞ്ഞിട്ടോ. അത്യാവശ്യം കേടില്ലാത്തോണ്ടേ കുറെ അത്യാവശ്യത്തിന് പുളി കിട്ടിയിട്ടുണ്ട്. തൊണ്ട് കണ്ടില്ലേ, കേടായിട്ട് മാറ്റിയത് മാത്രമേ ഉള്ളൂ കേട്ടോ. രണ്ട് സൈഡിൽ ഉമ്മാന്റെ കൂട്ട് എന്റെ കൂട്ട് ഉമ്മ കുറച്ചേരം തൊലിച്ചിട്ട് പോയിട്ടോ. ഇതും കൂടെ വെയിലത്ത് വെക്കവാ പറഞ്ഞ്. ഈ പാത്രത്തിൽ വെക്കാൻ പറ്റില്ല എന്നിട്ടോ, സ്റ്റീൽ പാത്രം. കുറച്ച് വെയിൽ ഒളിച്ചിട്ട് ഉമ്മ മാറ്റിക്കോളും. ആ രണ്ടും നോക്ക്. ഉമ്മ അധികം നാരെടുത്തിട്ടില്ല, ഞാൻ നാരൊക്കെ എടുത്ത് സെറ്റാക്കിണ്ട്. ആ അങ്ങനെ എടുക്കാതല്ലേ. അപ്പൊ ഇതാ ഇത്രയും പുളികളുണ്ട് ഇപ്രാവശ്യത്തെ പുളി. എന്തായാലും നമുക്ക് കൊടുക്കാനൊക്കെ ഉണ്ടാവും. തട്ടലടി ഇനി ഒരു കാല് കംപ്ലൈന്റാ. നമുക്ക് ഈ ആഴ്ചക്ക് ഇങ്ങനെ പുളി കിട്ടുകയാണെങ്കിൽ നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് കുറച്ച് പുളിയൊക്കെ ഉണ്ടാവും. അപ്പൊ എന്തായാലും നമ്മൾ വീഡിയോയിലൂടെ പറയും കൊടുക്കാനുള്ള പുളികളൊക്കെ കാണിച്ചിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാം. നമുക്ക് ഒന്ന് വീഡിയോ നിർത്തല്ലേ, എന്നാ പോട്ടെ.